സെൻസേഷൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ ഫോളോ അപ്പ് ചെയ്യുന്നവർക്കായി ന്യൂ അപ്ഡേറ്റ്സുകൾ ഷെയർ ചെയ്യാനായി സെലിബ്രിറ്റി ചാറ്റിലേക്ക് സ്വാഗതം. നമസ്കാരം, ഞാൻ പോളി വടക്കൻ. ഒരുപക്ഷെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്നെ അറിയാം. രണ്ട് ഫാഷൻ ഷോയിൽ ഞാൻ ഡയറക്ടറായിട്ടും വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും മോഡലാവണം, ഫാഷൻ്റെ രംഗത്തേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. ഒരു 100 പേരെടുത്താൽ 90 പേർക്ക് ആഗ്രഹമുള്ളവർ തന്നെയാണ്. ഒരു പല ഓഡീഷനിലും പങ്കെടുത്തിട്ട് ഒരുപക്ഷെ ഫെയിലിയറായി പോയിട്ടുള്ള ആൾക്കാരായിരിക്കും. എങ്ങനെ ഒരു നല്ല മോഡലാവാം? ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇവിടെ. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നമ്മൾ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന പോലെ തന്നെ നല്ലൊരു മോഡലാവാൻ വേണ്ടി ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ അറിവിൽ 7-8 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എനിക്ക് അടുത്തറിയാവുന്ന. നമ്മൾ ആദ്യം നമ്മളുടെ നിറമോ അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യമല്ല നമ്മൾ ഒരു ഫാഷൻ ലോകത്ത് എത്തുന്നതിന് വേണ്ടത്. നമ്മളുടെ ശരീരഘടന, മോഡലാവാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ പ്രയത്നങ്ങൾ, ഒരുപക്ഷെ ശരീരഘടന പോലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയൊരു നോളേജ് ഉണ്ടെങ്കിൽ പോലും പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാം ഓഡീഷനിൽ വരുന്നവർക്ക് തന്നെ ഞങ്ങളൊരു 3 ദിവസത്തെ ഗ്രൂമിങ്, ശരിക്കും അവർ മോൾഡ് ചെയ്ത് എടുത്തിട്ടാണ് റാം വാക്കിനെ നമ്മൾ ഇറക്കുന്നത്. പക്ഷേ അതിൻ്റെ പുറകിൽ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഒരുപാട് ചതിക്കുഴികൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ള പൊതുവെയുള്ള ഒരു ടോക്കുണ്ട്. പല സ്ഥലത്തും അങ്ങനെ നടക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡീഷൻ നടത്തും, അതിന് രജിസ്ട്രേഷൻ ഫീ വാങ്ങിക്കും, പിന്നെ ഇവരെ കാണത്തില്ല. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ അതിന് വലിയൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അത് വൈറലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ഈ ആഗ്രഹമായി വിട്ട് വരുന്നവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് കുറച്ച് പേര് ഇവിടെ ഉണ്ട്. പൈസ പോയി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കരഞ്ഞു. ഞാനൊരു മാധ്യമ പ്രവർത്തനം ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് വളരെ കൃത്യമായിട്ട് പറയാറുണ്ട്. ആദ്യം തന്നെ ഇവർ ഏതൊക്കെ ഷോ ചെയ്തിട്ടുണ്ട്, അവരുടെ പ്രൊഫൈൽ എന്താണെന്ന് അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഫാഷൻ രംഗത്തേക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആദ്യത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ പിന്നെ ഒരിക്കലും ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ആ ഏരിയയിലേക്ക് ഇവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മോഡലാവാൻ നമുക്ക് യോഗ്യതയുണ്ടോ ഇല്ലയോ എന്ന് സ്വയം വിലയിരുത്തുക. അങ്ങനെ നമുക്ക് നല്ല ആഗ്രഹമുണ്ട്, അങ്ങനെ നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കൊറിയോഗ്രാഫർ, മോഡൽ, ഷോ ഡയറക്ടർ അല്ലെങ്കിൽ ഷോ കൊറിയോഗ്രാഫർ, അങ്ങനെയുള്ള ആൾക്കാരെ പരിചയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് നല്ല ടിപ്സ് ആയിരിക്കും. ഈ ടിപ്സ് നമുക്ക് തന്നെ സ്വയം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുക. നമുക്ക് സാധിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ രംഗത്തേക്ക് വരാവൂ എന്ന് ഞാൻ അഡ്വൈസ് ചെയ്യും. കാരണം എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെൻസേഷനിൽ അടുത്തത് മോഡലിംഗ് സെഗ്മെൻ്റ് ആണ്. ന്യൂ കമേഴ്സ് ആയിട്ടുള്ള മോഡലുകളുടെ പെർഫോമൻസ്.
കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ ഇവളൊരു നല്ല മോഡലാവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു പയ്യനെ കണ്ടെത്തിയാൽ ഇവൻ നല്ലൊരു ബ്രാൻഡ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരാളെന്ന് നമുക്ക് സ്വയം തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മൾക്ക് കൊടുക്കാനുള്ള ഒരുപാട് അഡ്വൈസ് ഉണ്ട്. കാരണം അവർക്ക് അതിനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ രംഗത്തേക്ക് വന്നാൽ അവർക്ക് നല്ല രീതിയിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മേഖല കൂടിയിട്ടാണ് ഇപ്പോൾ ഫാഷൻ രംഗം. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു അവരുടെ കടയുടെ ഒരു ആഡ് ഷൂട്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഒരു മെയിലും ഒരു ഫീമെയിലാണ് വേണ്ടത്, 8-10 പേരാണ് വന്നത്. എനിക്ക് ആരെ കാസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനായിപ്പോയി. അവർ ഡെഡിക്കേറ്റഡ് ആണ്. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ പല ബ്രാൻഡഡ് കമ്പനികളുടെ മോഡൽസ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ഒരു 10 സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വരുമാനമാണ് നമുക്കുണ്ടാവുക. വെറുതെ ഒരു റാമ്പിൽ നടക്കുന്ന സംഭവങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തോട്ട് നമ്മൾ ഓരോ കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡർമാരാവുക. പലവരും സിനിമയിലേക്ക് വന്നത് പോലും ഈ ഫാഷൻ ഷോ വഴി സിനിമയിലേക്ക് എത്തിയ പലരെയും എനിക്കറിയാം. ആൾക്കാരെ നമ്മളിപ്പോൾ ഈ അടുത്തിടയ്ക്ക് തന്നെ എൻ്റെ സുഹൃത്ത് ഒരു തമിഴ് പടം ഷൂട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ പടത്ത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. പ്രമുഖ നടന്മാരാണ് അതിൽ അഭിനയിക്കുന്നത്. അതിൽ മലയാളത്തിൽ നിന്നുള്ള മോഡൽസിനെയാണ് അവർ കാസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം 10-20ഓളം വരെ വന്നതിൽ 5 പേരെ മാത്രമേ അവർ കാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ അവർ കാസ്റ്റ് ചെയ്യുന്നുള്ളൂ. എനിക്ക് ഒരുപാട് സൗന്ദര്യമുണ്ട്, എനിക്ക് അതുപോലത്തെ ഒരു ബോഡി ലാംഗ്വേജ് ഉള്ളത് കൊണ്ട് മാത്രം അവർ കാസ്റ്റ് ചെയ്യപ്പെട്ടോളുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്, അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ള ചതിക്കുഴികളെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരു മോഡലാവാൻ ആഗ്രഹിച്ചിട്ട് നിങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും പ്രമുഖ ബ്രാൻഡ് കമ്പനികളുടെ മോഡലാവാനും നമുക്ക് സാധിക്കും. ഒരിക്കലും നമ്മൾക്കൊരു ആഗ്രഹമുണ്ട്, ആരെങ്കിലും നിരുത്സാഹപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഒരു ഓഡീഷന് പോയി നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും തളരാൻ പാടില്ല. അവിടെ നിന്ന് കിട്ടുന്ന അവർ പറയുന്ന വാക്കുകളായിരിക്കണം നമുക്ക് മോട്ടിവേഷൻ ആവേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസും അതുപോലെ തന്നെ നിരന്തരമായി ഇതിൻ്റെ പുറകിൽ നിന്ന് നിങ്ങൾ മാറാതെ പിന്തുടർന്നാൽ ഉറപ്പായിട്ടും 5, 10, 15 ഓഡീഷൻ കഴിഞ്ഞാൽ നിങ്ങൾ തളരാതെ നിങ്ങൾ പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന മേഖലയിൽ എത്തപ്പെടാൻ പറ്റും. തമിഴ്നാട്ടിൽ നിന്ന് വന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു ബ്ലാക്ക് ഗേളാണ് അവൾ. ബോഡി ഷേവിങ് നടത്തിയിട്ട് പല ഓഡീഷനിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ നടന്ന ഒരു ഫാഷൻ ഷോയിൽ
പ്രത്യേകിച്ച് ഫാഷൻ രംഗത്ത് നമ്മളിടുന്ന കോസ്റ്റ്യൂംസ് അതൊരു പ്രധാന ഘടകം തന്നെയാണ്. ഇപ്പോൾ ട്രെൻഡിനനുസരിച്ചിട്ട് കോസ്റ്റ്യൂം മാറിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ട്രെൻഡിനനുസരിച്ചിട്ട് ഫാഷൻ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ശരീരഘടന അനുസരിച്ചിട്ട് ഏതൊക്കെ ഡ്രസ്സ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ട് ഏതൊക്കെ ഡ്രസ്സാണ് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കുക, അതൊരു പ്രധാന ഘടകം തന്നെയാണ്. നമ്മൾ ഏത് ഡ്രസ്സ് ഇട്ടാലും, അല്ലെങ്കിൽ ഏത് ഫാഷൻ കോസ്റ്റ്യൂമാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെൻസ്, അത് പഠിക്കാനായിട്ടുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കണം. അത് ആ ഒരു കാര്യം കൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം താനെ വന്നോളും. ഒരു പക്ഷേ ബ്രാൻഡഡ് ഒന്നും ആവശ്യമില്ല. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് അതിന് നമ്മൾ ഏറ്റവും ചൂസ് ചെയ്യേണ്ടത് നമ്മുടെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ നമ്മളൊരു കണ്ണാടീനെ തന്നെയാണ്. നമ്മുടെ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നമ്മൾ ഓരോ കോസ്റ്റ്യൂം ഇടാം. നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താം. ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ട് എപ്പോഴും കണ്ണാടിയുടെ മുമ്പിൽ വന്നിക്കുക. കണ്ണാടിയുടെ മുമ്പിൽ വന്നിട്ട് നമ്മൾ തന്നെ എല്ലാം ചെയ്തു നോക്കുക. ഒരു പക്ഷേ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നവരെ ഓഡീഷനുകൾ ഇഷ്ടം പോലെ വരും. ഓഡീഷനിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ വളരെ ആദ്യമേ തന്നെ പറഞ്ഞൊരു കാര്യം, ആദ്യം നമ്മൾ അന്വേഷിക്കുക അവരൊക്കെ പ്രൊഫൈൽ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ അറിയേണ്ടത് നമുക്ക് അവരുടെ കൊറിയോഗ്രാഫേഴ്സ് ആരൊക്കെയാണ്. അറിയപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ജോഡ് ഫെലിക്സ്, അതുപോലെ തന്നെ ഡാലു. ഒരു കാരണവശാലും പൈസ നിങ്ങൾ കൊണ്ടുപോയി കളഞ്ഞിട്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, എനിക്ക് ആ ഓഡീഷനിൽ കിട്ടിയില്ല എന്ന് സങ്കടപ്പെടാതെ നല്ല പ്രൊഫൈലുള്ള ഓഡീഷനിൽ പങ്കെടുക്കുക. ഒന്നോ രണ്ടോ മൂന്നോ 10 തവണ പോയാലും ഒരു പ്രാവശ്യം നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സക്സസ് ആവുക തന്നെ ചെയ്യും. ഈ എപ്പിസോഡിൽ
വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുന്നത് വരെ ഐ എം ലക്ഷ്മി, സൈനിങ് ഓഫ്.